ഹലോ ഗായ്സ്, സ്റ്റാർ ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾ റഷ്യയിലോട്ട് വരാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ വിസനെ പറ്റിയാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി ഇവിടെ വന്ന് പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട്, അതായത് ഈ വിസനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തോടത്ത് ആ ചതിയിൽ പോയി വീഴാണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ഈ വിസ എടുത്ത് തരും. അതായത് ഏജൻറ്റുമാർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു നല്ലൊരു ഓഫർ ഉണ്ട് റഷ്യയിൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വിസയിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. അതായത് ഈ വിസ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റ് വിസയാണ്. ഓക്കെ, ടൂറിസ്റ്റ് വിസയിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ എത്തിയതിനു ശേഷം 15 ദിവസത്തിനുള്ളിൽ നിങ്ങളെ വർക്ക് പെർമിറ്റ് വന്ന് നിങ്ങളെ വർക്കിലോട്ട് മാറ്റുമെന്നാണ് പല ഏജൻറ്റുമാരും സംസാരിച്ചിട്ട് ആൾക്കാരെ വീഴ്ത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാലിറ്റി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഈ വിസയിൽ വന്ന ആർക്കും തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിസ എന്ന് പറയാനുള്ളത് ജസ്റ്റ് ഇവിടുത്തെ വിസിറ്റിംഗ് വിസയാണ്. നിങ്ങൾക്ക് ഇവിടെ വരാം, ഈ വിസയിൽ വരാം, ഇവിടെ ഫുള്ള് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് റഷ്യ ഫുള്ള് കാണാൻ എൻജോയ് ചെയ്യാം. കാരണം അതിനുള്ള സ്ഥലമാണിത്. ടൂറിസ്റ്റിന് പറ്റിയ അത്യാവശ്യം നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റായിട്ട് വരാം, ഇവിടെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം, തിരിച്ചു പോവാം. ഓക്കെ, അതാണ് ശരിക്കും വിസിറ്റ് വിസയുടെ പർപ്പസ്. അപ്പോൾ ഇതൊന്നും അറിയാണ്ട്, ചിലപ്പോൾ നിങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കാം, ഇതൊന്നും അറിയാണ്ട് പല ഏജൻറ്റുമാരും ഇവിടെ കൊണ്ടുവന്നിട്ട് ജോലിയിലോട്ട് മാറ്റിത്തരാമെന്ന് പറയും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവർ ഈ വിസ എടുത്ത് തരും, എന്നിട്ട് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് 15 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാമെന്ന് പറയും. അപ്പോൾ ചിലവർക്ക് ഇത് കിട്ടിയിട്ടില്ല, ചിലവർക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചു. പക്ഷേ ഇവിടുത്തെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യണം. അതായത് നിങ്ങൾക്ക് ലീഗലായിട്ട് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഇൻവിറ്റേഷൻ കിട്ടി ഇവിടുത്തെ വർക്ക് പെർമിറ്റ് എടുത്തിരിക്കണം. ഈ വിസയിൽ വന്നിട്ട് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഈ വിസയിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പോലും പറ്റില്ല, അത് ഇല്ലീഗലാണ്. ഓക്കെ, പിന്നെ പല ഏജൻറ്റുമാരും പറയും പോസിബിൾ ആണെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ നിലവിൽ ലൈവിലൂടെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വിസയിൽ പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിസ തീരണതിന് മുന്നേ ഇവിടുന്ന് തിരിച്ചു പോകണമായിരിക്കും നല്ലത്. ദൈവത്തോർത്ത് ഇവിടെ നിൽക്കാണ്ടിരിക്കുക. കാരണം അവർ പെർമിറ്റ് തന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കമ്പനിയിൽ ജോലി ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ വിസ തീർന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ വിസ എന്നുള്ള വിസ നിങ്ങൾക്ക് പുതുക്കാൻ പറ്റില്ല. ഓക്കെ, അത് പുതുക്കി തരില്ല, ഇവിടുത്തെ ഗവൺമെൻറ് അത് പുതുക്കി തരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിസ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വിസ തീർന്നാൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകണം, തീരണതിന് മുന്നേ നാട്ടിൽ പോകണം. ഒരു പക്ഷേ നിങ്ങളുടെ വിസ തീർന്നിട്ട് നിങ്ങളിവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കുവാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ പോവും, നിങ്ങളുടെ ലൈഫ് പോവും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നാട്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷനിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ദൈവത്തോർത്ത് നിങ്ങൾ ഈ വിസയിൽ വരാണ്ടിരിക്കുക. ഓക്കെ, ടൂറിസ്റ്റായിട്ട് വന്നു ഒരു കുഴപ്പമില്ല. നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരിക, ഇവിടെ വിസിറ്റ് ചെയ്യാം, അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വർക്ക് വിസ നിലവിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 1-ാം തീയതി തൊട്ട് കുറച്ച് ക്ലയൻസിനെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പനി കിട്ടിയിട്ടുണ്ട്. ആ കമ്പനിയിലോട്ട് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് റഷ്യയിലോട്ട് ആർക്കെങ്കിലൊക്കെ ജോലിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കി ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായിക്കോട്ടെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ റഷ്യയിൽ ആർക്കെങ്കിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ വേറൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട്, ബിസിനസ് വിസയുടെ ഇതും. ഈ ബിസിനസ് വിസയെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിവിടെ ജസ്റ്റ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വരാം, തിരിച്ചു പോവാം. അല്ലാണ്ട് ഇവിടെ ആ വിസയ്ക്ക് വന്നാലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഡോക്യുമെൻറ്റും കാര്യങ്ങളും വേണം. അപ്പോൾ പ്രോപ്പർ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നല്ലോണം ഇവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. നിങ്ങൾ ഒരു ഏജൻറ്റിൻ്റെ വാക്ക് കേട്ടിട്ടും എടുത്ത് ചാടരുത്. ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ
ചിലപ്പോൾ കുറച്ച് പേര്, എല്ലാവരുടെയും കാര്യങ്ങളല്ല, കുറച്ച് ഏജൻസികൾക്ക് യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് ചിലപ്പോൾ പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടവരോ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്ത് പോയേ മതിയാവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കാണുന്നവരുണ്ടാവും കുറച്ച് പേര്. അപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പിന്നെ റഷ്യ എന്ന് കേൾക്കാൻ നേരത്ത് യൂറോപ്യൻ കൾച്ചറാണ്, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ യൂറോപ്പിലോട്ട് എങ്ങനെയെങ്കിലും, അതായത് ഇവിടെ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ചാടിക്കേറി ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക, എനിക്കതാണ് പറയാനുള്ളത്. നിങ്ങൾ എടുത്തിയായിട്ട് ചെയ്യരുത്, നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. ദൈവത്തോടത്ത് ആരും ഇവിടെ ഒന്നും പെടാതിരിക്കുക. കാരണം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പോൾ എനിക്കറിയാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷനോ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാൻ താല്പര്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടുത്തെ എന്ത് ഹെൽപ്പ് ഇനി ഞാൻ ചെയ്തു തരാം. എനിക്കറിയാവുന്ന, എന്നെ കൊണ്ട് പറ്റണ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ദൈവത്തോടത്ത് ചതിയിൽ പോയി പെടാതിരിക്കുക. കാരണം ഒരുപാട് ഇഷ്യൂസ് ഉള്ള സ്ഥലമാണ്. അതായത് ഒരുപാട് ചെക്കിങ്, ഇവിടെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കര പ്രശ്നമുണ്ടാകും ഫ്യൂച്ചറിൽ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചതിയിൽ ആരും പോയി പെടാതിരിക്കുക. നിങ്ങൾക്ക് റഷ്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദമായതുകൊണ്ടേ ഞാൻ പറയണ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണില്ല. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റൂല, അത് ഇല്ലീഗലാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, പിന്നത്തെ കാര്യം, നമ്മൾ ജോബ് വിസ രണ്ടാമതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കമ്പനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വർക്ക് പെർമിറ്റ് കൊടുക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.